നമസ്തേ. ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ വായു ഭഗവാന്റെ അനുഗ്രഹത്താൽ അഞ്ജനാദേവിക്ക് ജനിച്ച പുത്രനാണ് ഹനുമാൻ സ്വാമി. ഒരിക്കൽ ഹനുമാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വിശപ്പ് തോന്നി. അപ്പോൾ ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന സൂര്യനെ കണ്ടപ്പോൾ ഒരു പഴമായി തോന്നി. അത് ഭക്ഷിക്കുന്നതിനായി സൂര്യനെ ലക്ഷ്യമാക്കി അതിവേഗം പാഞ്ഞു. ഹനുമാൻ വായുവിന്റെ പുത്രനായതിനാൽ കാറ്റിന്റെ വേഗതയിൽ സൂര്യനെ ലക്ഷ്യമാക്കി പോകുകയായിരുന്നു. അപ്പോ ആ സമയത്ത് രാഹുവും സൂര്യനെ വിഴുങ്ങി സൂര്യഗ്രഹണം ഉണ്ടാക്കാൻ സൂര്യനെ ലക്ഷ്യമാക്കി പോവുകയായിരുന്നു. ഹനുമാൻ സ്വാമിയുടെ വേഗതയിൽ മത്സരിക്കാൻ രാഹുവിന് കഴിഞ്ഞില്ല. എന്നാൽ തന്നെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹനുമാന്റെ ധൈര്യവും വേഗതയും കണ്ട് രാഹു അത്ഭുതപ്പെട്ടു. രാഹു ഹനുമാനോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ സൂര്യനെ വിഴുങ്ങി ഗ്രഹണമുണ്ടാക്കേണ്ട സമയമായിരിക്കുന്നു. എന്നാൽ അങ്ങയുടെ വേഗതയോട് മത്സരിക്കാൻ എനിക്കാകുന്നില്ല. അങ്ങയുടെ വേഗത ഒന്ന് കുറയ്ക്കണം. അങ്ങനെ ചെയ്താൽ എനിക്കത് വളരെ അനുകൂലമായിരിക്കും എന്ന് രാഹു ഭഗവാൻ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു. അതുപോലെ എൻ്റെ ധാന്യമായ കറുത്ത ഉഴുന്നുകൊണ്ട് വടയുണ്ടാക്കി അത് മാലയായി കോർത്ത് ഏതെങ്കിലും ഭക്തർ ഹനുമാനായ അങ്ങയ്ക്ക് അർപ്പിച്ച് ആരാധിക്കുന്നുവോ അവരെ രാഹുവായ ഞാൻ ഒരിക്കലും പിടികൂടുകയില്ല. അതുമാത്രമല്ല, അവരുടെ രാഹുദോഷവും നീങ്ങിപ്പോകുന്നതായിരിക്കും എന്ന് രാഹു ഭഗവാൻ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു. ഇത്തരത്തിൽ രാഹുദോഷം ഒഴിവാക്കാനാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ വടമാല എല്ലാ ഭക്തരും സമർപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ വേറൊരു കാര്യവുമുണ്ട്. ഉഴുന്നുകൊണ്ട് വടയുണ്ടാക്കി ചാർത്തുക എന്നത് സംശയകരമാണ്. വടവൃക്ഷം എന്ന ഒരു മരമുണ്ട്. വടവൃക്ഷം എന്നാൽ പേരാൽ എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ വള്ളി കൊണ്ട് മാല ചാർത്തുക എന്നുമുണ്ട്. ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ ഉഴുന്നുകൊണ്ട് മാലയുണ്ടാക്കി ധാരാളം ഭക്തർ കൊടുക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഏതായാലും ഭക്തിപൂർവ്വം ഭഗവാന് സമർപ്പിക്കുന്നത് ഭഗവാൻ സ്വീകരിക്കും. ഓം ശ്രീ ഹനുമതായേ നമഃ.